അസം സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരമായ ഗുവാഹട്ടിയിൽ നിന്നും പടിഞ്ഞാറു മാറിയുള്ള കാമാഖ്യ മാ ക്ഷേത്രം ഭൂമിയിലെ 51 ശക്തിപീഠങ്ങളിലൊന്നായാണ് പരിഗണിക്കപ്പെടുന്നത്. ശക്തിപീഠങ്ങളിൽ തന്നെ ഏറ്റവും പുരാതനവും പുണ്യവുമായ ഒന്നാണിത് എന്നാണ് വിശ്വാസം. മാത്രമല്ല, ഇന്ത്യയിൽ പരക്കെ പിന്തുടരുന്ന ശാക്തേയ താന്ത്രികത്തിൻ്റെ കേന്ദ്രവും ഇതാണ്. വാമൊഴികളിലൂടെയും വരമൊഴികളിലൂടെയും തലമുറ കൈമാറിയെത്തിയ നിരവധി ഐതിഹ്യങ്ങളാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ളത്. ഗോത്രവർഗകാലം മുതൽ തന്നെ ഈ ക്ഷേത്രം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. എന്നാൽ ഏറ്റവും അധികാരം പ്രചാരമുള്ള ഐതിഹ്യം പറയുന്നത് കാമദേവനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ്. തൻ്റെ സൗന്ദര്യം തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ദേവശില്പിയായ വിശ്വകർമാവിൻ്റെ സഹായത്തോടെയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് ഐതിഹ്യം. നിലവിലുള്ളതിനേക്കാൾ വളരെ വലിയൊരു സമുച്ചയമായിരുന്നു ഈ ക്ഷേത്രം എന്നാണ് കരുതപ്പെടുന്നത്. പൗരാണിക ഭാരതീയ ക്ഷേത്രകല ശില്പകലയ്ക്ക് മകുടോദാഹരണമാണ് ഈ ക്ഷേത്രം. ഇടക്കാലത്ത് ഈ ക്ഷേത്രത്തിന് പ്രാധാന്യം ഇല്ലാതാവുകയും പല ഭാഗങ്ങളും ജീർണിക്കുകയും ചെയ്തു. പിന്നീട് ബ്രഹ്മപുത്ര നദീതടത്തിൽ നിന്നുള്ള ആദ്യകാല രാജാക്കന്മാരിൽ ഏറ്റവും പ്രമുഖനായ നാരക രാജാവിൻ്റെ കാലത്താണ് ഇത് പ്രാധാന്യം നേടിയത്. നിലവിലെ ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാന ഭാഗങ്ങൾ 8-ാം നൂറ്റാണ്ടിലാണ് പണിതത്. പിന്നീട് കുറേ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുമുണ്ട്. ദേവിയുടെ തിരുപ്പൂത്ത് ആഘോഷമായ ആംബുബച്ചി മേളയാണ് എല്ലാ വർഷവും ഇവിടെ നടക്കുന്ന ഉത്സവങ്ങളിൽ ഏറ്റവും പ്രാധാന്യമേറിയത്. 19-ാം നൂറ്റാണ്ടിൽ പ്രധാനമായും ബംഗാളികളുടെ തീർത്ഥാടന കേന്ദ്രമായി തുടങ്ങിയ കാമാഖ്യ യാത്ര ഇപ്പോൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ സാന്നിധ്യം കാരണം ദേശീയ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ 3 വ്യത്യസ്ത ഘട്ടങ്ങളിൽ 3 വ്യത്യസ്ത തരം രീതികളിലാണ് ഇവിടെ ആരാധന നടന്നിരുന്നതെന്ന് കാണാം. മ്ലേച്ഛാസിൻ്റെ കാലത്ത് യോനിയായും, പാലാസിൻ്റെ കാലത്ത് യോഗിനിയായും, പിന്നീട് കോച്ച് വംശത്തിൻ്റെ കാലത്ത് മഹാവിദ്യയുമായായിരുന്നു ഇവിടെ ദേവിയെ ആരാധിച്ചിരുന്നത്. പ്രധാന ക്ഷേത്രത്തിന് ചുറ്റുമായി ശക്തിസത്തിലെ 10 മഹാവിദ്യകളെ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളുണ്ട്. കാളി, താര, ത്രിപുരസുന്ദരി, ഭുവനേശ്വരി, ഭൈരവി, ചിന്നമസ്ത, ധൂമവതി, ബകാലമുഖി, മാതംഗി, കമലാത്മിക എന്നിവരാണ് ആ 10 ദേവിമാർ. ഇതിൽ ത്രിപുരസുന്ദരി, മാതംഗി, കലാത്മിക എന്നിവർ പ്രധാന ക്ഷേത്രത്തിൻ്റെ അകത്ത് തന്നെ കുടികൊള്ളുമ്പോൾ മറ്റുള്ളവർ പ്രത്യേകം ക്ഷേത്രങ്ങളിലായി ക്ഷേത്ര സമുച്ചയത്തിനകത്ത് കുടികൊള്ളുന്നു. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ദേവിയായാണ് കലിക പുരാണത്തിൽ കാമാഖ്യ ദേവിയെ വിശേഷിപ്പിക്കുന്നത്. ശിവനും സതീദേവിയും രഹസ്യമായി സംഗമിച്ചിരുന്ന വേദിയായിരുന്നു ഇവിടം എന്നും വിശ്വസിക്കപ്പെടുന്നു. മാത്രമല്ല, ശിവതാണ്ഡവത്തിന് ശേഷം ദേവിയുടെ അരഭാഗം വന്നു വീണത് ഇവിടെയാണെന്നും വിശ്വസിക്കപ്പെടുന്നു. സതീദേവിയുമായി ബന്ധപ്പെട്ട 108 സ്ഥലങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ദേവി ഭാഗവതത്തിലെ ഭാഗത്ത് ഇങ്ങനെയൊരു കഥയില്ല. ആംബുബച്ചി മേളയ്ക്ക് പുറമെ എല്ലാ വർഷവും മാനസപൂജ, ദുർഗാപൂജ എന്നിവയും ഇവിടെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു. അതുപോലെ നവരാത്രി ആഘോഷങ്ങളും ഇവിടെ അതീവ പ്രാധാന്യമുള്ളതാണ്. എല്ലാ വർഷവും ആംബുബച്ചി മേള നടക്കുന്ന 3 ദിവസങ്ങളിൽ ക്ഷേത്രം അടച്ചിടും. ഈ സമയം പുരുഷന്മാർക്ക് ഇവിടെ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. പെട്ടെന്ന് ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കായി 501 രൂപയുടെ VIP പാസുകളുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി ബുക്ക് ചെയ്താണ് ഈ ടിക്കറ്റ് ലഭിക്കുന്നത്. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് VIP പാസ് ഉള്ളവർക്കൊപ്പം സൗജന്യമായി ക്ഷേത്രത്തിൽ പ്രവേശിക്കാവുന്നതാണ്. ക്ഷേത്രത്തിലെ ഗേറ്റ് നമ്പർ 6 സമീപം ഒരു സ്പെഷ്യൽ ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ നിന്നും ഈ VIP ടിക്കറ്റ് ലഭിക്കുന്നതാണ്. ഗുവാഹട്ടിയിൽ എത്തിയ ശേഷം റോഡ് മാർഗം ക്ഷേത്രത്തിൽ എത്താവുന്നതാണ്. ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 7 കിലോമീറ്റർ മാത്രമേ ഇവിടേക്കുള്ളൂ. ഗുവാഹട്ടിയിൽ തന്നെ വിവിധ ബജറ്റുകളിലുള്ള നിരവധി ഹോം സ്റ്റേകളും ഹോട്ടലുകളും താമസത്തിന് ലഭ്യവുമാണ്.